ഹലോ ഗൈസ്, ഇന്ന് നമ്മളുടെ കയ്യിലുള്ള കലാത്തിയ ചെടികളുടെ കളക്ഷൻ കുറച്ച് കാണാം. കുറച്ച് നാളായി ഒരു ചെടികളുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ചെടികളുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഓരോ ചെടികളും ഉണ്ടോ എത്ര വ്യത്യസ്തമായ രീതികളിലാണ് തുണികളിൽ ഡിസൈൻ ചെയ്ത പോലെയാണ് ഈ ചെടികളൊക്കെ നിൽക്കുന്നത്. അത്ര ഭംഗിയുള്ള ഡിസൈനുകൾ. ഈ ചെടി നോക്കൂ, ഇതിൻ്റെ കണ്ട ഭംഗി. അടിഭാഗം നല്ല ചുമന്ന കളറിലും. ഈ ഡിസൈനൊക്കെ പ്രകൃതി തന്നെ നമുക്ക് തന്നേക്കണതാ ഇത്രയും ഭംഗിയിൽ. പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും വേണ്ട. വല്ലപ്പോഴും ഇത്തിരിശ വെള്ളമൊഴിച്ചൊക്കെ ഒന്ന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ആ ഉണങ്ങിയതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് അതിനെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പൂക്കളുള്ള ചെടികളേലും ഭംഗിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. നോക്ക്, ഈ ഡിസൈനും ഇതിൻ്റെ ഡിസൈനും നോക്കിയേ. ഒരു ചെടിയുടെ ഇലയുടെ ഉള്ളിൽ പിന്നെയും വന്നിരിക്കുന്ന കുത്തുകളൊക്കെ നോക്കിയാൽ എത്ര ഭംഗിയാണ്. വരച്ച് വെച്ച പ്ലാസ്റ്റിക്കിൻ്റെ ചെടി പോലെ ഉണ്ടിരിക്കുന്നത്. അത്ര ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ നാളായിട്ടുള്ള കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയേക്കണത്. അതേപോലെ അടുത്ത ചെടി നോക്കിയേ. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല മെറൂൺ കളറാണ്. ഇതിൻ്റെ ഇതിൽ തന്നെ പെട്ടെന്ന് ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ഇലകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കി കണ്ടോ. ഓരോ ഇലകളും അങ്ങനെ ഒന്നിനൊന്ന് കലാപരമായിട്ട് വരച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് ഡിസൈനുകൾ. എന്ത് ഭംഗിയാണ് ചെടികൾ കാണാൻ. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. വന്നാലും ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണിക്കണം എന്ന് കരുതി. അത്ര ഇഷ്ടപ്പെട്ട ചെടികളാണ്. ഏറ്റവും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ളത് ഇത് നോക്കി. ഇത് കാണുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് നല്ല ഡെക്കറേഷൻ ചെയ്യാനൊക്കെ എടുക്കുക. അപ്പോൾ ശരിക്കും പ്ലാസ്റ്റിക് ചെടി ഇരിക്കണ പോലെയാണ് തോന്നുക. ഈ ചെടിയും അതെ ഡെക്കറേഷന് പറ്റിയ ചെടിയാണ്. രണ്ട് പൂവും ഒരലയും ഇതിൻ്റെ കുറ്റിയാൽ തന്നെയായി ഭംഗി. അത്ര നല്ല ചെടികളാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിയാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞാൻ അടുത്ത ദിവസം വേറെ കുറച്ച് ചെടികളായിട്ട് തിരിച്ചു വരാം.